ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൗസല ഗോപികകളുടെ കഥ. നാരദൻ കഥ തുടർന്നു. അത്ഭുതത്തോടും ആനന്ദത്തോടും ഗർഗാചാര്യൻ കഥകൾ കേട്ടിരുന്നു. വ്രജവാടത്തിൽ വിടർന്ന ഗോപികാസൂനങ്ങളുടെ ആത്മപ്രഭാവം മുറ്റിയ ചരിത്രം ആരിലാണ് അതിശയം ജനിപ്പിക്കാത്തത്? ഭഗവാന്റെ ലീലകളിൽ താത്വികമായി നിൽക്കുന്ന അംശത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഗർഗൻ പുളകം പൂണ്ടു. മായാമയൻ്റെ അമേയമായ കർമ്മങ്ങൾ ആർക്കാണ് അവസാനിപ്പിക്കുവാൻ കഴിയുക? ആദിശേഷനും അധ്വാനമത്രേ ആ കഥ പറഞ്ഞു തീർക്കുവാൻ. ആനന്ദദീപ്തമായ മനസ്സുമായി ആചാര്യൻ കഥയിൽ ആമഗ്നനായി. വ്രജഭൂമിയാകട്ടെ കണ്ണൻ്റെ ലീല കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് ഗോപികമാർ അടുത്തു കണ്ടാൽ ആദ്യം പറയുന്നത് കണ്ണൻ്റെ കഥയാണ്. എന്നാൽ അവരുടെ കാമത്തിന് കണ്ണൻ നൽകിയ അമൃതിനെക്കുറിച്ച് അവർ പറയുകയുമില്ല. സ്വയം ഒളിച്ചും മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിച്ചും ഓരോരുത്തരും കണ്ണനിൽ ഓരോ നിമിഷം വെച്ചിരുന്നു. അവർക്ക് കണ്ണൻ നൽകിയ നിമിഷങ്ങൾ അത്രമേൽ ധന്യമായിരുന്നു. കണ്ണൻ്റെ ആത്മാവിൽ കൽഹാരകുസുമങ്ങളായി വിരിഞ്ഞ കോസല രാജ്യത്തിലെ കന്യകമാരുടെ കഥ ചിന്തനീയവും പ്രഹർഷണീയവുമാണ്. പണ്ട് സിന്ധുദേശത്ത് ചെമ്പകപുരം എന്നൊരു നഗരമുണ്ടായിരുന്നു. ചെമ്പകപ്പൂവിന് ആ നഗരം പേരുകേട്ടതാണ്. എവിടെയും ആ മാദകപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നു. ആ നഗരത്തിലെത്തുന്ന ആർക്കും തിരികെ വരണമെന്ന് തോന്നുകയില്ല. ശീതോഷ്ണ അവസ്ഥകൾ ഏതാണ്ട് തുല്യമായ പ്രകൃതിയായിരുന്നു ആ നഗരത്തിന്. എന്നും വസന്തകാലം തന്നെ അവിടെ. സുന്ദരമായ ഈ നഗരത്തെ പരിപാലിച്ചിരുന്നത് വിമലൻ എന്ന ഒരു രാജാവായിരുന്നു. ധനത്തിൽ വൈശ്രവണന് തുല്യൻ, വിഷ്ണുഭക്തിയിൽ പ്രഹ്ലാദനു സമൻ, ശാന്തതയിൽ ശിബിയെപ്പോലെ ശ്രേഷ്ഠൻ, ദൃഢചിത്തതയിൽ കേസരിക്കുപമൻ. ഇതായിരുന്നു വിമലൻ എന്ന രാജാവ്. പക്ഷേ ഭൗതിക ജീവിയായ മനുഷ്യന് പൂർണ്ണമായ ആനന്ദം ലഭിക്കുകയില്ലെന്നുള്ളത് തർക്കമറ്റതാണ്. എല്ലാ സുഖമുണ്ടായിട്ടും വിമലനെ രാപ്പകൽ നീട്ടുന്ന ഒരു ദുഃഖം ഭൂമിയിലെ തീ പോലെ ഉള്ളിലുണ്ടായിരുന്നു. കടുത്ത കഥനത്തിൽ രജനി പകലാക്കി മന്നവൻ കഴിച്ചുകൂട്ടിയ ദിനങ്ങളാണ് ഏറെ. ബാഹ്യമായി ആനന്ദം അഭിനയിക്കുമ്പോഴും പിടിച്ചു നിൽക്കുവാനാവാത്ത കഥനത്തിൽ ആ മനസ്സ് മലരുപോലെ പൊരിയുകയായിരുന്നു. വിമലന് സുന്ദരിമാരായ 6000 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. എന്തു ചെയ്യാം? ഇത്രയും പത്നിമാരുണ്ടായിട്ടും ഒരു സന്താനത്തിന് വിമലൻ ഭാഗ്യമുണ്ടായില്ല. കനിവുറയ്ക്കാത്ത വന്ധ്യമേഘങ്ങളായ ഗർഭപാത്രങ്ങളുമായി പത്നിമാർ മേവി. പെയ്യാൻ പാകത്തിൽ ജലതുള്ളികൾ മേഘത്തിലില്ലാത്തതാണോ കാര്യം? അതോ പൊഴിഞ്ഞു വീഴാൻ പാകത്തിൽ ജലതുള്ളികൾ തണുക്കാതിരുന്നതോ? ആർക്കാണ് വ്യവച്ഛേദിക്കുവാൻ കഴിയുക? വേദനയുടെ കയത്തിൽ കഴുത്തിനൊപ്പം ഒഴുകിക്കഴിയുന്ന വിമലന് യദൃശ്ചയാ ഒരു ഭാഗ്യം വീണുകിട്ടി. കരകയറുവാൻ ഒരു തുരുമ്പ്. യാജ്ഞവൽക്യ മഹർഷി ചെമ്പകപുരിയിൽ എത്തി. സഞ്ചാരത്തിനിടയിലാണ് ഋഷിവര്യൻ അവിടെ വന്നു ചേർന്നത്. മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ എതിരേറ്റു യഥോചിതം സൽക്കരിച്ചു. അർഘ്യപാദ്യാചമനാദികൾ നൽകി കുശലപ്രശ്നം ചെയ്തു. ശാന്തനും സർവജ്ഞനുമായ ഋഷി വദനപ്രസാദം കുറഞ്ഞു ചിന്താധീനനായി കണ്ട രാജാവിനോട് ചോദിച്ചു: നൃപേശ്വര, സപ്താംഗങ്ങളിലും അങ്ങയ്ക്ക് ക്ഷേമം കാണുന്നുണ്ടെങ്കിലും കടുത്ത എന്തോ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളത്തെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് പറയുക. പരിഹരിക്കാനാവുമെങ്കിൽ പരിഹൃതമായെന്നും കരുതുക. വിമലൻ പറഞ്ഞു: ത്രികാലജ്ഞനായ അങ്ങയോട് എൻ്റെ ദുഃഖം പറഞ്ഞു തരേണ്ടതില്ല.
എങ്കിലും ലൗകിക മര്യാദയനുസരിച്ച് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അനപത്യ ദുഃഖമാണ് എന്നെ അലട്ടുന്നത്. 6000 കന്യകമാരെ ഞാൻ ബാന്ധവിച്ചു. അവരാരും തന്നെ എനിക്കൊരു സന്താനത്തെ തരുവാൻ പര്യാപ്തകളായില്ല. ദാവാഗ്നി പിടിപെട്ട് ഊഷരമായ ഭൂമി പോലെ അവരുടെ ഗർഭപാത്രം കിടക്കുന്നു. വംശം നിലനിർത്തുവാനും പിണ്ടോദക തർപ്പണം നടത്തുവാനും എനിക്കൊരു മകൻ വേണം. പക്ഷേ എൻ്റെ കഴിവിനും അപ്പുറത്താണല്ലോ കർമ്മങ്ങളുടെ ഗതി. ഒരു മകനുണ്ടാകുവാൻ ഞാൻ എന്തു ചെയ്യണം? തപസ് അനുഷ്ഠിക്കണോ? യാഗം നടത്തണോ? വ്രതമനുഷ്ഠിക്കണമോ? അങ്ങരുളുക. ഉഷ്ണം കൊണ്ട് പൊറുതി മുട്ടിയവന് ബാലമാരുതൻ പോലെ ആഹ്ലാദകരമാണ് അങ്ങയുടെ ആഗമനം. മുനിവര്യനായ യാജ്ഞവൽക്യൻ അല്പനേരം ധ്യാനത്തിൽ മുഴുകിയ ശേഷം പറഞ്ഞു, പ്രഭോ, വിമല മഹാരാജാവേ, അങ്ങ് ഭാര്യമാരെ വെറുതെ കുറ്റം പറയുകയാണ്. അവരുടെ ഗർഭപാത്രങ്ങൾ പ്രധാനങ്ങൾ തന്നെയാണ്. പക്ഷേ അവ ആദാനം ചെയ്യണമെങ്കിൽ അണ്ഡത്തെ സമീപിക്കുന്ന ബീജം ശക്തമായി എത്തണം. അങ്ങയിൽ അതില്ലെന്നതാണ് സത്യം. അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാവാനുള്ള യോഗം ഇപ്പോഴുമില്ല. എന്നാൽ പുത്രിമാരുണ്ടാവും. പുത്രിമാരെ കൊണ്ട് പിതൃക്കളുടെ കടം വീട്ടുവാനാവുകയില്ല. ശരി തന്നെ. അങ്ങ് അതോർത്ത് സന്ദേഹിക്കരുത്. പുത്രിമാരെ മുഴുവൻ അങ്ങ് കണ്ണന് നൽകുക. കൃഷ്ണൻ്റെ ദായാദികൾ അങ്ങയുടെ പിതൃണം വീട്ടിക്കൊള്ളും. അങ്ങ് മോക്ഷദായകനായി ഭവിക്കുകയും ചെയ്യും. യാജ്ഞവൽക്യൻ്റെ വാക്കുകേട്ട് അതീവ സന്തുഷ്ടനായ രാജാവ് ചോദിച്ചു, മഹർഷേ, ആനന്ദം സാത്വികമായി ഹൃത്തടത്തിൽ നിറയുന്നു. മുനേ, ഏതു കാലത്ത് ഏതു ദിക്കിൽ ശ്രീകൃഷ്ണൻ അവതരിക്കും? ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാവും എന്നുകൂടി പറയണം. മഹർഷി പറഞ്ഞു, കേൾക്കുക, ഞാൻ വിശദമാക്കാം. ഈ ദ്വാപരയുഗം അവസാനിക്കാൻ 115 കൊല്ലങ്ങൾ ബാക്കിയുള്ളപ്പോൾ യദുകുലത്തിൽ ഭഗവാൻ അവതരിക്കും. മധുരയിൽ വസുദേവരുടെയും ദേവകിയുടെയും സന്താനമായി ഭാദ്രപദ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൃഷ്ണാഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് അരണിയിൽ അഗ്നി എന്ന പോലെ പരമേഷ്ടി രൂപം കൊള്ളും. നീലമേഘവർണ്ണനായി ചുരുൾമുടിയോടും ശ്രീവത്സത്തോടും വനമാലയോടും കൂടി ശ്രീഹരി വിളങ്ങും. ലോകരക്ഷകനും ഭൂമിക്ക് അഭയം അരുളുന്നവനുമായ കണ്ണന് അങ്ങ് കന്യകകളെ നൽകുക. അതിനുള്ള ദീർഘായുസ് താങ്കൾക്കുണ്ടാകും. മഹർഷി ഇങ്ങനെ അനുഗ്രഹിച്ച് മറഞ്ഞു. വിമല മഹാരാജാവിന് ആഹ്ലാദം നിറഞ്ഞു. ശ്രീരാമദത്തമായ വരത്തിൻ്റെ മാഹാത്മ്യത്താൽ അയോധ്യാവാസിനികൾ അചിരേണ വിമലൻ്റെ പുത്രിമാരായി ജനിച്ചു. കാലം നീങ്ങി പെൺകുട്ടികൾ വളർന്ന കന്യകമാരായി. വിടർന്ന കണ്ണുകളോടും വിരിഞ്ഞ കവിൾത്തടങ്ങളോടും വിമലമായ ഹൃദയരാഗത്തോടും കൂടിയ ആ കന്യകമാർ സൗഗന്ധിക പൂക്കൾ പോലെ തിളങ്ങി. ആരുടെയും ഹൃദയം ഹരിക്കുന്ന കന്യകാരത്നങ്ങളെ യഥായോഗ്യം കൃഷ്ണന് നൽകേണ്ടതാണെന്ന മഹർഷി വാക്യമോർത്ത് വിമലൻ ഒരു ദൂതനെ മധുരാപുരിയിലേക്ക് അയച്ചു. ദൂതൻ മധുരയിലെത്തി. മനോഹരമായ ആ പട്ടണത്തിൻ്റെ പ്രൗഢി ദൂതനെ ആകർഷിച്ചു. ദൂതൻ രഹസ്യമായി താൻ വന്ന കാര്യത്തിൻ്റെ പൊരുൾ അന്വേഷിച്ചു. അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? ആരോട് വിവരം ചോദിച്ചാലും അവർ ഭയന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുക. ദൂതൻ ഇത്രയുമേ ചോദിച്ചുള്ളൂ, വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി കൃഷ്ണൻ എന്നൊരാൾ ജനിച്ചിട്ടുണ്ടോ? എവിടെയാണ് അവരുടെ ഭവനം? ഇതിനുത്തരമൊന്നും തരാതെ ജനങ്ങൾ ഭയന്നോടുക മാത്രമാണ് ചെയ്തത്. വിസ്മയഭരിതനായ ദൂതനെ ഒരാൾ വിളിച്ച് രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുവന്ന് ചോദിച്ചു. താങ്കൾ ഇവിടെയുള്ള ആളല്ലെന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് രഹസ്യസ്ഥലത്തേക്ക് നയിച്ചത്. വസുദേവരുടെ പുത്രന്മാരെയെല്ലാം മധുരയുടെ രാജാവായ കംസൻ കൊന്നുകളഞ്ഞു. അവശേഷിച്ച ഒരു കന്യക കംസൻ്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം പോയി. പുത്രന്മാരില്ലാതെ ദീനനായി കഴിയുകയാണ് വസുദേവർ. കംസനെ പേടിച്ച് ഈ വക കാര്യങ്ങളൊന്നും ആരും പറയാറില്ല. അവൻ്റെ ചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പുരി. ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ് താങ്കൾക്ക് യോഗ്യം. വസുദേവരെയോ അവൻ്റെ പുത്രന്മാരെയോ കുറിച്ച് ആരെങ്കിലും പറയുകയോ അന്വേഷിക്കുകയോ ചെയ്താൽ വധശിക്ഷ തന്നെയാണ് ഫലം.
വസുദേവരുടെ 8ാമത്തെ മകൻ കംസനെ കൊല്ലുമെന്നൊരു അശരീരി ഉണ്ടായിട്ടുണ്ടുപോലും. രാജാവ് അന്നു മുതൽ വസുദേവരുടെ ശത്രുവായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ അധികം സംസാരിച്ചു. എത്രയും വേഗം മടങ്ങിക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് ആ മധുരാവാസി ഇരുപുറവും കണ്ണോടിച്ച് തന്നെ ആരും കണ്ടില്ലെന്നുറപ്പുവരുത്തി വേഗത്തിൽ നടന്നു. ദൂതൻ അല്പനാൾ കൂടി തങ്ങിയതിനു ശേഷം ചെമ്പകപുരിയിലെത്തി. വിമലനോട് വിചിത്രമായ കഥയെല്ലാം അറിയിച്ചു. വസുദേവപുത്രന്മാരെ മുഴുവൻ കംസൻ കൊല്ലുകയോ പരമേഷ്ഠിയെ വധിക്കുവാൻ ഒരു രാക്ഷസനാവുമോ? വിമലൻ അക്കാര്യം ഉറച്ചു വിശ്വസിച്ചില്ല. രാജാവ് പറഞ്ഞു, ദൂത, മുനിവാക്യം മറിച്ചാകുവാൻ വഴിയില്ല. അവിടെ നടന്നതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ മുഴുവൻ വിസ്തരിച്ചാലും. ദൂതൻ പറഞ്ഞു, ദേവകിക്ക് ഒടുവിൽ ജനിച്ചത് ഒരു കന്യകയായിരുന്നു എത്രേ. ആ കുഞ്ഞിനെയും കംസൻ തച്ചു കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ അത് കരത്തിൽ നിന്നും വഴുതി മേൽപോട്ടു പോയി അമ്പരത്തിൽ മറഞ്ഞു എന്നൊരു വിചിത്രമായ വാർത്ത കേൾക്കുവാനിടയായി. മായാദേവിയാണ് ആ കന്യക എന്ന് മധുരാവാസികൾ വിശ്വസിക്കുന്നു. അവർ രഹസ്യമായി മറ്റൊരു കാര്യവും പറഞ്ഞു. കംസനെ കൊല്ലുവാൻ ശക്തനായ ഒരുവൻ പിറന്നു കഴിഞ്ഞുവെന്ന് ആ കന്യക അമ്പരമധ്യത്ത് നിന്നരുളി പോലും. വാർത്തകളും ശ്രവിച്ച് ഞാൻ വ്രജഭൂമിയിലെത്തി. യദുകുലവാസികൾക്ക് ഓമനിക്കുവാൻ നന്ദഗോപനെന്ന യാദവനൊരു മകനുണ്ടായിരിക്കുന്നു. കാളിന്തി തടത്തിൽ കളിച്ചു നിൽക്കുന്ന അവനെ ഞാൻ കണ്ടു. അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങൾ മിക്കതുമുണ്ട്. ചതുർബാഹുവല്ല അവൻ. ഉദയസൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ട്. ശ്യാമളനാണ്. പീതാംബരധാരിയാണ്. വനമാലയും ഉണ്ട്. ഇനി വേണ്ടതെന്താണെന്ന് അങ്ങ് തന്നെ പറയുക. വിമല രാജാവും ദൂതനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിഗ്വിജയം നേടി സഞ്ചരിക്കുന്ന ഹസ്തിനപുരത്തിൻ്റെ നായകനായ ഭീഷ്മർ അവിടെ എത്തിച്ചേർന്നു. ഭീഷ്മശപഥം നിർവഹിച്ച ആ കുരുകുല നായകനെ വിമലനും മന്ത്രിപുങ്കവനും എതിരേറ്റ് സ്വീകരിച്ചു. രാജോചിതമായ സൽക്കാരങ്ങൾ നിർവഹിച്ച ശേഷം ഭീഷ്മ പിതാമഹനെ ഉചിതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി. വിമല രാജാവ് പറഞ്ഞു, മഹാനുഭാവ, സർവജ്ഞനായ യാജ്ഞവൽക്യ മഹർഷി എനിക്കൊരു അനുഗ്രഹം തന്നിരുന്നു. ഇങ്ങനെ തുടങ്ങി ദൂതനെ അയച്ചതുവരെയുള്ള കഥകൾ വിസ്തരിച്ച് കേൾപ്പിച്ചു. അതിനുശേഷം വിമലൻ പറഞ്ഞു, മഹർഷിമാർ പോലും വന്ദിക്കുന്ന പരമഹംസനായ അങ്ങയ്ക്ക് വാസ്തവമറിയാമല്ലോ. ശ്രീഹരി വസുദേവപുത്രനായി അവതരിച്ചിട്ടുണ്ടോ? എൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ അഭിലാഷം പൂവണിയുമോ? വിമലൻ്റെ വാക്കുകൾ കേട്ട് ആഹ്ലാദചിത്തനായ ഭീഷ്മൻ രാജാവിനോട് പറഞ്ഞു, താങ്കൾ ഭാഗ്യവാനാണ്. വസുദേവപുത്രനായി ശ്രീഹരി ജനിച്ചിരിക്കുന്നു. പരമരഹസ്യമാണിത്. വ്യാസഭഗവാനാണ് എന്നോട് പറഞ്ഞതും. നന്ദൻ്റെ മകനായി വ്രജഭൂമിയിൽ വളരുകയാണ് കുമാരൻ. കൃഷ്ണൻ എന്നാണ് നാമം. അങ്ങയുടെ പെൺമക്കൾക്ക് കണ്ണൻ കാന്തനായി ഭവിക്കും. അത് നിയോഗമാണ്. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ശാന്തനവൻ സ്വരാജ്യത്തേക്ക് യാത്രയായി. ആനന്ദചിത്തനായ വിമല രാജാവ് ദൂതനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു. സമർത്ഥനായ ആ സന്ദേശഹരൻ തുളസീവനത്തിലെത്തി കണ്ണനെ കണ്ടു. ദൂതൻ പറഞ്ഞു, കംസന്റെ നാശത്തിന് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന വിഷ്ണപേശ്വര, അങ്ങയ്ക്ക് വന്ദനം. ഭവാന്റെ ജന്മം കൊണ്ട് വൃന്ദാവനവും യദുകുലവും ധന്യമായിരിക്കുന്നു. സജ്ജനങ്ങൾക്കു മാത്രം ഗോചരീഭവിക്കുന്ന അങ്ങ് ഭൗതിക കളേബരം ചൂടിയതിനാൽ മാംസചക്ഷുസ്സുകൾ കൊണ്ട് ആർക്കും കാണാമല്ലോ. ഗോപ്യമായിട്ടാണ് ഭവാൻ വസിക്കുന്നതെങ്കിലും കസ്തൂരിയുടെ ഗന്ധം പോലെ അങ്ങയുടെ മഹിമ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഞാൻ ചെമ്പകപുരിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ രാജാവിൻ്റെ ഒരു സന്ദേശവും കയ്യിലുണ്ട്. വിമലൻ എന്നാണ് ഞങ്ങളുടെ ഭരണനാഥൻ്റെ നാമം. യജ്ഞം, ദാനം, തപസ് എന്നിവയിൽ മികച്ച അദ്ദേഹത്തിന് അങ്ങ് ദർശനം നൽകി അനുഗ്രഹിക്കണം. അദ്ദേഹത്തിൻ്റെ കന്യകമാരായ സന്താനങ്ങളെ പാണിഗ്രഹണം നടത്തുകയും വേണം. അങ്ങയ്ക്ക് വേണ്ടി അവർ സദാസമയവും യമനിയമാദികൾ കൊണ്ട് ധന്യരായി വസിക്കുകയാണ്. അവരെ സനാഥകളാക്കുവാൻ അങ്ങ് കനിയണം. സിന്ധുദേശത്തേക്ക് അങ്ങ് വരികയും വേണം. കണ്ണൻ ദൂതനോട് പറഞ്ഞു, താങ്കൾ സമർത്ഥനും വാഗ്മിയുമായ സന്ദേശഹരൻ തന്നെയാണ്.
നമുക്കുടനെ ചെമ്പകപുരിയിലേക്ക് യാത്രയാവാം. അമാന്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ് കേശവൻ ചെമ്പകപുരിയിലേക്ക് യാത്രയായി. ദൂതൻ്റെ വാക്കുകൾ മാനിച്ച് വിമല രാജാവിനെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ കന്യകമാരെ സ്വീകരിക്കുന്നതിനും കണ്ണൻ എത്തുന്നുവെന്ന വാർത്ത അശ്വാരൂഢരായ 2 ഭൃത്യന്മാർ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ അറിയിച്ചു. വാർത്ത ശ്രവിച്ച മാത്രയിൽ ഹർഷപുളകാഞ്ചിതനായ വിമലൻ അമലഭക്തി പാരവശ്യത്തോടെ കൊട്ടാരത്തിൽ ഒരു യാഗം തന്നെ ആരംഭിച്ചു. ഋത്തിക്കുകൾ നടത്തുന്ന വേദമന്ത്രോച്ചാരണത്തിൻ്റെ സ്വരം കൊണ്ട് സുന്ദരമായി തീർന്ന ചമ്പകപുരി സ്വർഗലോകം പോലെ ശോഭിച്ചു. കന്യകമാരും വിവരം ഗ്രഹിച്ചു. ശ്യാമളരൂപനായ കണ്ണൻ ഗോപികമാരാക്കി തങ്ങളെ വൃന്ദാവനത്തിലേക്ക് ഉടനെ നയിക്കുമെന്നോർത്തപ്പോൾ പിടമൃഗഗാത്രിമാരുടെ കളയപരം കോൾമയിർ കൊണ്ടു. കായാമ്പൂവർണ്ണൻ കളിവാക്കോതി കിന്നാരം പറയുന്നതായി അവർക്ക് തോന്നി. വിടരുന്ന പൂക്കളിൽ കണ്ണൻ്റെ വദനം അവർ കണ്ടു. ഇത്രയും നാൾ അവർ കണ്ണനെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് കണ്ടിട്ടില്ല. എന്നാലും ചിരപരിചിതമായ ഒരു ഭാവം മനസ്സിൽ തുറ്റിട്ടു നിന്നു. തങ്ങളുടെ കാമമോഹങ്ങൾ കനകാങ്കുലിയിൽ പരിഹൃതമാക്കുമെന്ന് അവർ വ്രീളയോടെ ചിന്തിച്ചുറച്ചു. ആനന്ദചിത്തരായി കണ്ണനെ പ്രതിപാലനം ചെയ്തവർ കഴിഞ്ഞു. യാഗം അവിഘ്നം പുരോഗമിച്ചു. അന്ന് പ്രഭാതത്തിന് കാന്തി കൂടുതലായിരുന്നു. സൂര്യൻ തേജസ്സുകൊണ്ട് ചെമ്പകപുരിക്ക് സൗവർണ കാന്തി നൽകി. ആകാശത്ത് മിന്നലിൻ്റെ പ്രഭ പരന്നു. ഇളം കാറ്റ് മന്ദമായി തന്നെ വീശി. ആ സമയത്ത് കടലൊളി വർണ്ണൻ കനകാംബരധാരിയായി ദൂതനുമൊത്ത് കൊട്ടാരത്തിലെത്തി. ഭഗവാനെ കണ്ട രാജാവ് അർഘ്യപാദ്യങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. കന്യകമാർ വാതായനങ്ങൾ വഴി ഭഗവാനെ ദർശിച്ചു. മംഗളരൂപനും വനമാല ധരിച്ചവനും ബഹുശോഭിയുമായ കണ്ണനെ കണ്ണുമാറ്റാതെ കന്യകമാർ ശ്രദ്ധിച്ചു. എന്തൊരു കാന്തിയാണ് ആ മുഖത്ത്! എന്തൊരു തേജസ്സാണ് ആ ശരീരത്തിന്! കണ്ണനെത്തിയപ്പോൾ കൽഹാരപുഷ്പത്തിൻ്റെ നനുത്ത ഗന്ധം എവിടെയും പ്രസരിച്ചു. ആനന്ദം കൊണ്ട് ചേതോഹരാംഗികൾ എന്തു പറയണമെന്നറിയാതെ പരസ്പരം ആലിംഗനം ചെയ്തു. വരാംഗികൾ നാണിച്ചും വരലോചനയെ ചിന്തിച്ചും രുചിരാംഗങ്ങൾ ഇളകുന്നതോർത്ത് പുളകിതരായും കൊട്ടാരത്തിൽ കണ്ണൻ്റെ വാക്കിന് ചെവിയോർത്ത് നിന്നു. വിമല രാജാവ് കേശവനെ എതിരേറ്റു. അർഘ്യപാദ്യങ്ങൾ നൽകി സ്വീകരിച്ചു. കണ്ണൻ മനോഹരമായ ആസനത്തിൽ ഉപവിഷ്ടനായി. മേഘഗംഭീരമായ സ്വരത്തിൽ കണ്ണൻ പറഞ്ഞു: മഹാരാജൻ, നിങ്ങളുടെ വാക്കും കർമ്മവും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ശബ്ദവും പൊരുളും ഒന്നാക്കി വാചോവിലാസം നടത്തുക അത്ര സുകരമല്ല. എന്നാൽ താങ്കൾ അത് സാധിച്ചിരിക്കുന്നു. അങ്ങയുടെ അഹൈതുകമായ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. യാജ്ഞവൽക്യ മഹർഷിയുടെ സത്യവചസ്സുകൾ കൊണ്ടാണ് അങ്ങയ്ക്ക് എൻ്റെ ദർശനം ലഭിച്ചത്. വേണ്ടുന്ന വരങ്ങൾ ചോദിച്ചു കൊള്ളുക. ഹർഷഭരിതനായ വിമലൻ വിനയാന്വിതനായി അറിയിച്ചു: ദേവാ, അങ്ങയുടെ പാദപത്മങ്ങൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭമാണ് എൻ്റെ മനസ്സ്. ഈ ഒരു അപേക്ഷയല്ലാതെ എനിക്ക് യാതൊന്നും പറയുവാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്പത്തും രാജ്യവും സന്താനങ്ങളായ കന്യകമാരെയും വിമലൻ ഭഗവാന് സമർപ്പിച്ചു. ആത്മസമർപ്പണം നടത്തി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിമലൻ മന്ദം പറഞ്ഞു: ഇതങ്ങ് സ്വീകരിച്ചാലും. കണ്ണൻ പുഞ്ചിരിച്ചു. കൊട്ടാരത്തിൽ നിലാവ് പരന്നു. ദിക്കുകളും പ്രകാശമാനമായി. ആത്മസമർപ്പണം ചെയ്തു കിടക്കുന്ന വിമലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ ജ്യോതിസ് ഉയർന്നു. തേജോരൂപനായ മായാമയനിൽ ലയിച്ചു. അഭൗമമായ ആ കാഴ്ച കണ്ട് എല്ലാവരും അതിശയിച്ചു. വിമലൻ്റെ പത്നിമാരും അഗ്നിയിൽ പതംഗം എന്ന പോലെ കണ്ണനിൽ ലയിച്ചു ചേർന്നു. കണ്ണൻ കന്യകമാരെ കൂട്ടി വൃന്ദാവനത്തിലെത്തി. ഗോപികമാരായി അവർ വസിച്ചു. ഓരോരുത്തരുടെയും കാമിതം ഭഗവാൻ പൂർത്തിയാക്കി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.